നമസ്കാരം. ഗാന്ധിജി ഹിറ്റ്ലർക്ക് കത്തെഴുതിയ കാര്യം അറിയാമോ? 1939-ലും 40-ലും ഗാന്ധിജി ഹിറ്റ്ലർക്ക് 2 കത്തുകൾ എഴുതിയിട്ടുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഡിയർ ഫ്രണ്ട്. ഒരു സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറെ ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് സാമ്രാജ്യത്വ ശക്തികളോട് സമരം ചെയ്യുന്ന ഗാന്ധി എന്തുകൊണ്ടാണ് ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചത് എന്നതിൻ്റെ പേരിൽ അന്ന് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കത്തിൻ്റെ ആദ്യ വരിയിൽ തന്നെ ഗാന്ധിജി എഴുതിയത് ഇങ്ങനെയാണ്: ഐ ഓൺ നോ ഫോഴ്സ്. എനിക്ക് ശത്രുക്കളില്ല. ഈ 2 കത്തും ഗാന്ധിജി എഴുതിയത് മഹാരാഷ്ട്രയിലെ വാർധാ സേവാഗ്രാം ആശ്രമത്തിൽ വെച്ചാണ്. ഗാന്ധിജിയെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാർധയിൽ പോകണം. നാഗ്പൂരിലെ പരിപാടി കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ നേരെ പോയത് വാർധയിലേക്കാണ്. ഞാനിത് 2ാമത്തെ തവണയാണ് വാർധയിൽ പോണത്. 2005-ലെ ഗാന്ധി മന്ത്ര യാത്ര തുടങ്ങിയത് ഈ വാർധയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞ് ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകുന്ന സമയത്ത് റോഡും പരിസരമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. പക്ഷേ വാർധയുടെ ആ ലാളിത്യവും അവസ്ഥയും അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ചെന്നിറങ്ങിയതും ഗാന്ധിയൻ സ്കോളറായ ഡോക്ടർ സിബി കെ ജോസഫ് ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 20 വർഷം മുമ്പ് കണ്ടതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആകാരത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒരുപാട് ഉയർന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ലൈബ്രറിയുടെയും റിസർച്ച് സെൻറ്ററിൻ്റെയും ഡയറക്ടറാണ്. വാർധയിലെ ഓരോ പ്രദേശവും ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടു. ഗാന്ധിജി എന്തായിരുന്നു എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വാർധ കാണണം. 1936 മുതൽ 12 വർഷക്കാലം ഗാന്ധിജിയുടെ പ്രവർത്തന കേന്ദ്രം ഈ വാർധയിലായിരുന്നു. ജമൻലാൽ ബജാജിൻ്റെ ജന്മത്വത്തിലായിരുന്ന ആ പ്രദേശത്തേക്ക് ഗാന്ധിജിയും കസ്തൂർബയും കുടിൽ കെട്ടി താമസിക്കാൻ വരുന്ന സമയത്ത് അവിടെ ഒരു കാട്ടുപ്രദേശമായിരുന്നു. റോഡോ പോസ്റ്റ് ഓഫീസോ ഒന്നുമില്ലാത്തൊരു പ്രദേശം. സൂര്യൻ എവിടെയാണോ അവിടെയാണ് വെളിച്ചത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് പോലെ ഗാന്ധി എവിടെയാണോ അവിടെയാണ് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യയിലെ കാര്യങ്ങൾ മാറിയിരുന്നു. അതുകൊണ്ട് നേതാക്കൾ ചർച്ചയ്ക്കായിട്ട് അവിടെ എത്തിത്തുടങ്ങി. ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ ആദ്യ യോഗം ചേരുന്നതും ഈ വാർധയിൽ വെച്ചിട്ടാണ്. വാർധയിൽ നമ്മളെ വല്ലാതെ ഉണർത്തുന്നൊരു കാഴ്ചയുണ്ട്. സംസ്കൃത പണ്ഡിതനായിരുന്ന പാർച്ചുലെ ശാസ്ത്രിക്ക് കുഷ്ഠരോഗം പിടിപെട്ടപ്പോൾ സമൂഹം മുഴുവൻ അദ്ദേഹത്തെ നികൃഷ്ട ജീവി എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞ സമയത്ത് ഗാന്ധിജി അദ്ദേഹത്തിനായി ഉണ്ടാക്കി കൊടുത്ത ഒരു കുടിലുണ്ട് അവിടെ, പാർച്ചുലെ കുടി. ഗാന്ധിജി എല്ലാ ദിവസവും ആ കുടിലിൽ പോയി മുറിവുകൾ കഴുകി മരുന്ന് വെച്ച് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ സിബി കെ ജോസഫാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമ്മൾ തുടങ്ങിയത് ഗാന്ധി ഹിറ്റ്ലർക്ക് എഴുതിയ കത്തിൽ ഡിയർ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് ശത്രുക്കളില്ല എന്ന് സത്യസന്ധമായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ അതൊരു അപാരമായ അനുഗ്രഹമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ ഇല്ലാതാക്കാൻ ഒന്നാഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ മരണത്തിന് മുമ്പ് നമുക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടും, അല്ലേ? മരണം എപ്പോൾ വന്നു ചേരുമെന്നറിയാത്തത് കൊണ്ട് ഇപ്പം തന്നെ അതിനുള്ള ശ്രമം തുടങ്ങുന്നത് നല്ലതാണ്. ഒരു കൂടിക്കാഴ്ച, ഒരു താണുകൊടുക്കൽ, ഒരു ക്ഷമ പറച്ചിൽ, ഒരു തുറന്നു പറച്ചിൽ, ഇതൊക്കെ മതിയാവും കുറേ ശത്രുക്കളെയെങ്കിലും നമുക്ക് മിത്രങ്ങളാക്കാൻ. ഈ ബോബി ജോസ് കട്ടിക്കാട്ടിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: കളി കഴിഞ്ഞാൽ രാജാവും കാലാളും അത് കറുത്തതായാലും വെളുത്തതായാലും ഒക്കെ പോവേണ്ടത് ഒരേ ചെപ്പിലേക്കാണ്. ഇത് നമ്മളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്.